ഹലോ പത്തനംതിട്ട ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ നയനെ കാണാനായിട്ട് വീട്ടിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വരികയാണ്. വരുന്ന സമയത്ത് നവ്യ കാണാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ദാമുവേട്ടനും അവിടെ ആ ഒരു ഹോം നേഴ്സ് നിൽപ്പുണ്ട്. അവർ തടയുന്നുണ്ട്. എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് അവരുടെ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുടുംബ കഥകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരോട് കയറ്റി വിടുന്നില്ല. അപ്പോൾ ഇവർ വന്നാൽ കയറ്റി വിടണം ആദർശ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അനിയത്തിയെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ടേ പോകും എന്ന് പറഞ്ഞ് ബലാത്കാരമായിട്ട് അകത്തേക്ക് കയറി പോവുകയും അവിടെ ചെന്ന സമയത്ത് നയന ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നവ്യ കാണുമ്പോൾ നയന കൂടി അതിശയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോഴും മുഖത്ത് വലിയ ഭാവമാറ്റോ അല്ലെങ്കിൽ വലിയ സ്നേഹമൊന്നും നവ്യ കാണിക്കുന്നില്ല. എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്നുള്ള ചോദിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാണാൻ വരും, എന്തായാലും അനിയത്തിയാന്നുള്ള രീതിയിലാണ് നവ്യ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നയനേനെ അതിശയിച്ച് പോകുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മനമാറ്റം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ ഈ ഒരു അവസ്ഥയിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കാണാൻ വന്നതാണെന്നും ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വരും, പിന്നെ നിൻ്റെ പ്രസവം കഴിയുമ്പോൾ കുഞ്ഞിനെയും കൂടി ഞാൻ ഒരു നോക്ക് കാണാൻ വരും എന്നുള്ള രീതിയിലാണ് നവ്യ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ആദർശ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദർശ് വരുന്ന സമയത്താണ് ഈ ഒരു കാറ് കിടക്കുന്നുണ്ട്. ആരാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നവ്യയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവരെ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവരെയൊന്നും കയറ്റി വിടേണ്ടെന്ന്, പേരെന്തെങ്കിലും കൊണ്ടുവന്നായിരുന്നു ചോദിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നയന പറയുന്നുണ്ട്. അത് കഴിക്കല്ലേ, എടുത്ത് കളഞ്ഞേക്കാൻ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നവ്യ, ഞാൻ അതിൽ വിഷമൊന്നും പുരട്ടിയിട്ടല്ല കൊണ്ടുവന്നേക്കുന്നത്, എൻ്റെ അനിയത്തിക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം വന്ന് ഈ സഹോദര സ്നേഹമൊക്കെ നിങ്ങൾക്ക് അമ്മയും അച്ഛനെ പോലും വേണ്ടായിരുന്നല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അതിൽ വിഷമൊന്നും പുരട്ടിയിട്ടില്ല, അത് അവൾക്ക് കഴിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നതാണ് എന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ അതിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചോന്നൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല ആദർശേട്ടാ, ഞാനതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആദർശനങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വളരെ വിഷമിച്ചിട്ടാണ് ആദർശിൻ്റെ വർത്തമാനമൊക്കെ കേട്ടിട്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാറിൽ കയറി പോകുമ്പോഴും തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴും നവ്യ പറയുന്നുണ്ട്, നയനെ എടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഇല്ല എന്നാവണേ എൻ്റെ പ്രാർത്ഥന, ഇല്ലാത്ത സമയത്ത് വേണം എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ എന്നൊക്കെ ആ ഒരു പഴയ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ച് പെരുമാറുന്ന രീതിയിൽ തന്നെയാണ് നവ്യ കൂടുതൽ സ്നേഹമൊന്നും കാണിക്കാതെ തന്നെ ആ ഒരു മനോഭാവം വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ വിഷമത്തോടുകൂടി നവ്യ പോകുന്നുണ്ട്. അതിനുശേഷം ആദർശ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്തിനാണ് അവരെ ഇങ്ങോട്ട് കയറ്റിയെടുത്ത്, അബിയും അതുപോലെ നവ്യ ഇങ്ങോട്ടേക്ക് വിടല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദാമോദരൻ്റെ അടുത്തും ആ ഹോം നേഴ്സിൻ്റെ അടുത്തൊക്കെ ദേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തപുരി തറവാടാണ്. തറവാട്ടിലേക്ക് കയറി വരികയാണ് വേണുവും അതുപോലെ തന്നെ അനാമികയും. ആ ഒരു വരുന്ന കാഴ്ച ദൂരെ നിന്ന് തന്നെ അഭിയും അവന്തികയും ജനാലയിലൂടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണു വന്നിട്ട് അപ്പോഴത്തേക്കും ദേവയാനി വന്നാണ് കഥ തുറക്കുന്നത്. അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ മുത്തശ്ശൻ്റെ കാലിൽ വീണിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ബന്ധം ഒഴിയണമെങ്കിൽ അവർക്ക് യാതൊരു നിവൃത്തിയില്ലാണ്ട് കുറച്ച് പൈസ കൊടുക്കണം എന്നുള്ള രീതിയിൽ അനാമികയും വേണുവും സംസാരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ കാല് പിടിക്കാനായിട്ട് കാൽക്കഴി വീഴുകയും മുത്തശ്ശൻ ചവിട്ടി തള്ളി വേണു ചെന്ന് മാറി വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ദേവയാനി പറയുന്നു, വേണ്ട, ശരീരോപദ്രവങ്ങളൊന്നും വേണ്ട, മാന്യമായിട്ട് പറഞ്ഞ് വിട്ടാൽ പോരെ അച്ഛൻ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനൊക്കെ ദേഷ്യം വരുവാണ് വേണുവിൻ്റെ സംസാരവും. അതുപോലെ അനാമിക രണ്ടുപേരും കാല് പിടിച്ച് ഭയങ്കര ദയനീയാവസ്ഥയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നീടാണ് മുത്തശ്ശി കൂടി ഇറങ്ങി വരുന്നത്. മുത്തശ്ശിക്കാണെങ്കിൽ ദേവയാനി ചോദിക്കുന്നുണ്ട്, നിൻ്റെ കഴുത്തിൽ ഇപ്പോഴും താലി ഇട്ടേക്കുന്ന എന്തോത്തിനാ, നിനക്ക് അനിയോട് യാതൊരു ബഹുമാന സ്നേഹവും ഒന്നുമില്ല, പിന്നെ എന്തിനാണ് നീ ഈ കഴുത്തിൽ താലി കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നത് ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെ അതിൻ്റെ മറുപടി കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും ദേഷ്യം വരും. മുത്തശ്ശിയും അനാമികയുടെ ചെകിട്ടത്തൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടാണ് വേണുവും അനാമികയും അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അബിയും അവന്തിക്ക് അവിടെ നിന്ന് കാണുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് അവർ എത്തിയെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾ കിളവൻ അത് തന്നെ പറഞ്ഞുകൊണ്ട് ഇനി അതും പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്ന കൂടിയില്ല കേട്ടോ. പിന്നീട് കാറിൽ ചെന്നിരുന്നിട്ടും അനാമികയും വേണുവും ആ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ബന്ധം ഒഴിഞ്ഞു കൊടുക്കരുത് അവന്, അങ്ങനെ രക്ഷപ്പെടേണ്ട, എന്തെങ്കിലും നമുക്ക് നഷ്ടപരിഹാരം കിട്ടിയാൽ മാത്രം ബന്ധം ഒഴിഞ്ഞു കൊടുത്താൽ മതിയെന്ന് രണ്ടുപേരുടെ തീരുമാനിക്കുകയാണ്. അതിനുശേഷം നന്ദു ആണെങ്കിൽ ആദർശിൻ്റെയും നനയുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ അവിടുന്ന് ആ ഒരു CCTV പുറകിലൂടെ ഉള്ള ആ ഹോട്ടലിലെ കുറച്ച് CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നാഗേന്ദ്രൻ്റെ വീഡിയോസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ മാസ്ക് വെച്ചിട്ടാണ് അയാൾ കയറി പോകുന്നത്. അതുകൊണ്ട് ആദർശിന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ആ ഒരു ക്ലിപ്പ് ചിലപ്പോൾ മുത്തശ്ശനെ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് തിരിച്ചറിയപ്പെട്ടേനെ. കാണിക്കുമല്ലോ എന്നൊക്കെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് കഴിയും പ്രൊമോയിൽ. അങ്ങനെ
അതിനുശേഷം ആ ഒരു വീഡിയോ ക്ലിപ്സൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ നന്ദു എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്ന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോഴും നയനയും ആദർശിട്ട് പറയുന്നുണ്ട്, ഇത്രയും ജോലി തിരക്കിനിടയിൽ അവൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം അനിയെ വന്ന് കാണുമ്പോൾ അനി ആ ഒരു കേസിനായിട്ട് കോടതിയിൽ പോകുന്നതിന് മുമ്പ് നന്ദുവിനെ ഒന്ന് കാണണം, അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നന്ദുവിന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വളരെ സന്തോഷമായിട്ടാണ് പിരിയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഡൈവേഴ്സ് വാങ്ങണം, പക്ഷേ അത് അനാമിക ഒട്ടും കൊടുക്കത്തില്ല എന്നുള്ള മട്ടിലാണ് സംസാരിച്ചത്. ആ ഒരു കാര്യമൊക്കെയാണ് നന്ദു അനിയോട് സംസാരിച്ചത്. അതിനുശേഷം അനി നവീനെ വിളിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഡൈവേഴ്സ് വാങ്ങി കൊടുക്കണം, അവരിങ്ങനെയൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ നവീൻ പറയുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുത്താലേ അവർ ഒഴിയെന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് എന്ന് പറയുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നവീൻ മനസ്സിൽ കാണുന്നുണ്ട്, ഞാൻ സ്വാർത്ഥനായി പോകുന്നു, കാരണം അവൻ എന്നോട് ആ കാര്യം തുറന്നു പറഞ്ഞില്ല, നന്ദുവിനോട്ടുള്ള അടുപ്പം അവനത് മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങളെ തമ്മിൽ അകറ്റാൻ നോക്കിയത്, അതിൻ്റെ ഒരു വൈരാഗ്യം നവീനുണ്ട് താനും. പിന്നീട് വേണുവും അനാമികയും കോടതിയിൽ വെച്ചിട്ട് നവീനെ വഴിയിൽ വെച്ചിട്ട് കാണുന്നുണ്ട്. നവീന് ഇത് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, എന്തെങ്കിലും വാങ്ങിത്തരണം. അപ്പം നവീനും പറയുന്നുണ്ട് എന്തെങ്കിലും തന്നാൽ മാത്രമേ, അങ്ങനെയൊരു ചതി കൂടി നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒഴിഞ്ഞു കൊടുക്കാവൂ, കാരണം നഷ്ടപരിഹാരം വാങ്ങിയിട്ട്. അപ്പോൾ നവീനും യഥാർത്ഥത്തിൽ ഈ ഒരു ബന്ധം ഡൈവേഴ്സ് ആവുന്നതിൽ ഇപ്പോൾ ഒരു ചെറിയ മാനസിക പ്രയാസമുണ്ട്, കാരണം നന്ദുവിൻ്റെ കാര്യത്തിൽ അവർ തമ്മിൽ ഒന്നിക്കുമോ എന്നുള്ളൊരു പ്രയാസം കൂടിയുണ്ട്. അതിനുശേഷം കോടതിയിലെ വാദവും പ്രതിവാദങ്ങളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അനാമിക ഇന്നലെ അവിടെ വീട്ടിൽ ചെന്നതും തല്ലിയ കാര്യമൊക്കെ പറയുമ്പം മജിസ്ട്രേറ്റ് അത് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അനി പറയുന്നു നടന്ന കാര്യം സത്യമാണ്, പക്ഷേ അത് അങ്ങനെ കാര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും അറിയിക്കേണ്ട, നിങ്ങൾ ആ ഒരു സംഭവം കറക്റ്റാണെന്നാണ് ചോദിക്കുന്നത്. അതേന്ന് പറയുകയാണ്, ഞാനല്ല എൻ്റെ മുത്തശ്ശിയാണ് തല്ലിയത് എന്നുകൂടി അതിനുള്ള സാഹചര്യം കൂടി അനി അവിടെ പറയുകയാണ്. അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. ഒരു കുഞ്ഞു പുതിയ ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇനി നല്ല രസകരമായ എപ്പിസോഡ് രംഗങ്ങളൊക്കെയാണ്. പത്തരമാറ്റിൽ ഉറപ്പായിട്ടും മിസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.